السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. باب ما يقوله عند تغميض الميت. عن أم سلمة رضي الله عنهما قالت: دخل رسول الله صلى الله عليه وسلم على أبي سلمة وقد شق بصره فأغمضه ثم قال: إن الروح إذا قبض تبعه البصر. فضج ناس من أهله فقال: لا تدعوا ولا أنفسكم إلا بخير فإن الملائكة يؤمنون على ما تقولون. ثم قال: اللهم اغفر لأبي سلمة وارفع درجته في المهديين وخلفه في عقبه في الغابرين واغفر لنا وله يا رب العالمين وافسح له في قبره ونبر له فيه. റവാഹു മുസ്ലിം റഹിമഹുല്ലാ. പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ നിന്നും മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വായിക്കുന്നത് ബാബു മാ യഖൂലുഹു ഇൻദ തഗ്മീദിൽ മയ്യിത്തി. തഗ്മീദുൽ മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മയ്യിത്തിന്റെ കണ്ണ് പൂട്ടുക എന്നതാണ്. തഗ്മീദുൽ മയ്യിത്ത്, മയ്യിത്തിന്റെ കണ്ണടച്ചു പൂട്ടുക. അങ്ങനെ മയ്യിത്തിന്റെ കണ്ണടച്ചു പൂട്ടുന്ന വേളയിൽ പറയേണ്ടുന്നത് എന്താണ്? ആ സമയത്ത് പറയുന്ന പ്രാർത്ഥന എന്നതാണ് ഇന്നത്തെ നമ്മുടെ അധ്യായം. മഹദിയായ നമ്മുടെ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ് ആദ്യമായി നമുക്ക് വായിക്കുവാനുള്ളത്. അൻ ഉമ്മി സലമത്ത് റളിയല്ലാഹു അൻഹുമ ഖാലത്ത്, അവർ പറഞ്ഞു: ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചു. അലാ അബീ സലമ, ഭർത്താവായ അബൂ സലമയുടെ സമീപത്ത്. അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ വേളയെ സംബന്ധിച്ചാണ് അവരുടെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ പദവിയിലേക്ക് അവർ എത്തുന്നതിന്റെ മുമ്പ് അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നുവല്ലോ മഹദിയായ നമ്മുടെ ഉമ്മ. അങ്ങനെ അവർ ഭർത്താവായ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ വേളയെ സംബന്ധിച്ചാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചു അലാ അബീ സലമ, അബൂ സലമയുടെ അരികിൽ. അന്നേരം വഖദ് ശഖ ബസറുഹു, അദ്ദേഹത്തിന്റെ കണ്ണുകൾ പിളർന്നു കിടക്കുകയാണ്. അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ സന്ദർഭത്തിലാണിത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്, പിളർന്നു കിടക്കുകയാണ്. കണ്ണ് തുറിച്ച് അഥവാ കണ്ണിങ്ങനെ പൂർണ്ണമായി തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അവിടുത്തെ ആ ശരീരം അപ്പോഴുണ്ടായിരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅഗ്മളഹു, ഉടനെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടച്ചുപൂട്ടി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ തുറന്നു കിടക്കുന്ന നയനങ്ങളെ, കണ്ണുകളെ അടച്ചുപൂട്ടി. സുമ്മ ഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നർ റൂഹ ഇദാ ഖുബിള തബിഅഹുൽ ബസറു. ഇന്നർ റൂഹ, നിശ്ചയമായും തീർച്ചയായും ആത്മാവ്, റൂഹ്, ഇദാ ഖുബിള, അത് പിടിക്കപ്പെട്ടാൽ, തബിഅഹു, അതിനെ പിന്തുടരുന്നതാണ്, അൽ ബസറു, കണ്ണ് ആത്മാവിനെ പിന്തുടരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്താണ് സഹോദരങ്ങളെ ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ഇത് തികച്ചും അദൃശ്യമായ ലോകത്തിന്റെ കാര്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറയുന്നത്, മരണപ്പെട്ട ഉടനെ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ ഇങ്ങനെ തുറന്നു കിടക്കുമ്പോ അതിനെക്കുറിച്ച് പറയാണ്, റൂഹ് ശരീരത്തിൽ നിന്ന് പിടിക്കപ്പെടുന്ന നേരത്ത് ആ റൂഹ് എങ്ങോട്ട് പോകുന്നു എന്ന് റൂഹിനെ തുടർന്നുകൊണ്ട് കണ്ണിങ്ങനെ നോക്കും എന്നുള്ളതാണ്. തബിഅഹുൽ ബസറു, ദൃഷ്ടി അതിനെ പിന്തുടരും. അപ്പൊ എന്തായിരിക്കും റൂഹിന്റെ രൂപം? റൂഹ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്തിൽ നിന്നാണ്? മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ റൂഹ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്തിൽ നിന്നാണ് നമുക്കറിയില്ല. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബിയെ, താങ്കളോടവർ റൂഹിനെ കുറിച്ച് ചോദിക്കുകയാണ്. റൂഹിന്റെ വിശദ വിവരങ്ങൾ അവർ താങ്കളോട് ചോദിക്കുകയാണ്. നബിയെ, പറയൂ, ഖുലിർ റൂഹു മിൻ അംരി റബ്ബീ, എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് റൂഹിന്റെ കാര്യമൊക്കെ. എനിക്കതിനെ സംബന്ധിച്ച് ഒന്നും പറയാനില്ല. അതിനെ സംബന്ധിച്ചുള്ള അറിവ് എന്റെ നാഥന്റെ അടുക്കലാണ്. വമാ ഊതീതും മിനൽ ഇൽമി, അറിവില്ലെന്ന് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുമില്ല. ഇല്ലാ ഖലീലാ, വളരെ തുച്ഛമായ അറിവല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. അതായത് റൂഹിനെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ ബോഡിയിലുള്ളതാണല്ലോ ഈ ജീവിച്ചിരിക്കുമ്പോൾ റൂഹെന്ന് പറയുന്നത്. ഈ റൂഹങ്ങ് പിരിയുമ്പോഴല്ലേ മരണം സംഭവിക്കുന്നത്. പക്ഷെ ആ റൂഹ് പോകുമ്പോ ആ റൂഹിന്റെ പിറകെ കണ്ണിങ്ങനെ പിറകെ പോകുമെന്ന് പറയുമ്പോ അതെങ്ങനെയാണ് കണ്ണ് കാണുന്നത്, എന്താണ് കണ്ണ് കാണുന്നത് എന്നൊന്നും നമുക്ക് പറയാനാവില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നത്, ഇന്നർ റൂഹ ഇദാ ഖുബിള, ആത്മാവങ്ങ് പിടിക്കപ്പെടുന്നതായാൽ, റൂഹ് പിടിക്കപ്പെടുന്ന നേരത്ത്, തബിഅഹുൽ ബസറു, കണ്ണ് അതിനെ അനുഗമിക്കും, പിൻപറ്റും. അപ്പൊ മഹാനായ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂഹ് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിങ്ങനെ മലർക്കെ തുറക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരു ബോഡി, ഒരു മനുഷ്യന്റെ മരണം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ടുന്ന ഒരു മര്യാദയാണത്. തുറന്നു കിടക്കുന്ന കണ്ണുകളാണെങ്കിൽ ആ കണ്ണുകൾ ഉടനെ അടച്ചു പിടിക്കണം. അധികം താമസിയാതെ ചെയ്യേണ്ട കാര്യങ്ങളാണത്. മരണം നടന്ന വ്യക്തിയുടെ സമീപത്തുള്ള ആളുകൾ പാലിക്കേണ്ടുന്ന അദബുകളിൽപ്പെട്ട അദബുകളാണത്. ഒന്ന്, ബോഡിയിൽ മയ്യത്തിന്റെ ആ കണ്ണുകൾ തുറന്നു കിടപ്പായിരിക്കും. ആ തുറന്നു കിടക്കുന്ന കണ്ണുകൾ പതുക്കെ ശരിക്കും അടച്ചു പിടിക്കണം. കൺപോളകൾ ശരിക്കും അടച്ചു കൊടുക്കണം. അതുപോലെ അതല്ലെങ്കിൽ ആ കണ്ണങ്ങനെ വിടർന്നുകൊണ്ട് നിൽക്കും. കുറച്ചു കഴിഞ്ഞിട്ട് അടക്കാൻ ശ്രമിച്ചാൽ കണ്ണുകൾ അങ്ങനെ തന്നെ കിടക്കുമല്ലോ. അത് കാണുന്ന ആളുകളിൽ വല്ലാത്തൊരവസ്ഥയാണല്ലോ സൃഷ്ടിക്കുക. അതാ മനുഷ്യന്റെ മയ്യത്തിനെ കാണുമ്പോ വല്ലാത്തൊരു വിരൂപമായ ഭാവമാണല്ലോ ഉണ്ടാവുക. ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ബോഡിയോടുള്ള, മയ്യത്തിനോടുള്ള നമ്മുടെ മര്യാദയാണ് ഉടനെ തന്നെ കണ്ണുകൾ അടച്ചു പിടിക്കണം. അതുപോലെ തന്നെ വായ തുറന്നു കിടക്കാതെ താടിയെല്ലുകൾ കൂട്ടിക്കെട്ടണം. അതുപോലെ തന്നെ കൈകാലുകളെ ശരിക്കും നിവർത്തുകയും അതുപോലെ തന്നെ മടക്കുകയും നിവർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ശരിയായ നിലയ്ക്ക് തന്നെ നീണ്ടു നിവർന്ന് കിടപ്പിക്കുന്ന രൂപത്തിൽ, അങ്ങനെയൊക്കെ മാർദ്ദവപ്പെടുത്തുന്ന നിലയ്ക്ക് കൈകാലുകളൊക്കെ മടക്കിയും ഒതുക്കിയുമൊക്കെ കൃത്യമായ രൂപത്തിൽ അങ്ങനെയാണ് കിടത്തേണ്ടത്.
മരണം നടക്കുന്ന വേളയിൽ ശരീരത്തിലുള്ള വസ്ത്രമെന്താണോ അത് പതുക്കെ ഊരിയെടുത്ത് വെള്ള പുതപ്പിക്കേണ്ടതുമുണ്ട്. ആകെ മൂടിക്കിടത്തുകയാണ് വേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതങ്ങ് പറഞ്ഞപ്പോ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് ഉറപ്പായി അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു. അതാ റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണ് അതിന്റെ പിന്നാലെ പോകും. ഇതെങ്ങോട്ടാണ് പോകുന്നത്? ആ ആത്മാവിനെ കണ്ണ് പിന്തുടരുകയാണ്, തുറച്ചു നോക്കുകയാണ്. കണ്ണ് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നവന്റെ കാലിന്റെ ഭാഗത്ത് നിന്ന്, അടിഭാഗത്ത് നിന്നാണ് ആദ്യം ജീവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവന്റെ കാലുകൾ തണുത്തുറയുകയാണ്, കാലിൽ നിന്ന് ജീവനങ്ങ് ഊരപ്പെടുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ ശരീരത്തിന്റെ അടിഭാഗത്ത് നിന്ന് ആത്മാവങ്ങ് ഊരിയെടുത്ത് ജീവ് പോയി അത് കാലുകൾ മുഴുവനുമായി, പിന്നീട് വയറും കൈകാലുകളുമൊക്കെയായി, പിന്നീട് കൈകളിലേക്കെത്തി അവസാനം അവന്റെ റൂഹ് അതാ തൊണ്ടക്കുഴിയിലെത്തുന്ന ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം എന്നല്ലാഹു പറഞ്ഞ ആ തൊണ്ടക്കുഴിയിലെത്തുന്ന അവസ്ഥ, പിന്നെ വായയിലൂടെ റൂഹ് പോകുന്ന അവസാനം അവശേഷിക്കുന്ന റൂഹിന്റെ അംശം കണ്ണിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആ കാഴ്ചയിലേക്ക് അവന്റെ റൂഹങ്ങ് പോകുമ്പോ ആ കണ്ണിങ്ങനെ തുറിച്ചു കിടക്കുകയാണ്. അതിലേക്ക് ദൃഷ്ടി അങ്ങ് പിന്തുടരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അനുഭവിക്കാനുള്ളതാണല്ലോ ആ ഒരവസരം. റഹ്മാനായ റബ്ബിന്റെ മലായിക്കത്തുകളുടെ സന്തോഷത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട്, സന്തോഷത്തിന്റെ വാർത്തകൾ കേട്ടുകൊണ്ട് ആ നിമിഷം കഴിച്ചു കൂട്ടുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ എന്ന് ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമുക്ക് ഈമാനുള്ള അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് അങ്ങ് ഉറപ്പായപ്പോ അതാ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകള് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ലജ്ജ എന്ന് പറഞ്ഞാൽ അട്ടഹസിച്ചു എന്നാണ്. ഉറക്ക ശബ്ദം ഉണ്ടാക്കി കരയാൻ തുടങ്ങി. ലജ്ജ. നാസുൻ ആളുകൾ മിൻ അഹ്ലിഹി, അബൂ സലമയുടെ കുടുംബക്കാരായ ചില ആളുകൾ ഉറക്ക ശബ്ദിക്കാനും കരയാനും തുടങ്ങി. സ്വാഭാവികമായും പെട്ടെന്ന് അങ്ങനെ ആ ഒരു മരണം കാണുമ്പോൾ പലതും വിളിച്ചു പറയും. ഒരുപക്ഷേ സ്വന്തത്തിനെതിരെ തന്നെ പറഞ്ഞുവെന്ന് വരാം. ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്? അദ്ദേഹം പോയില്ലേ, ഇനി ഞാൻ എന്തിനിവിടെ ജീവിക്കുന്നു? എന്തിനാ ഞങ്ങളെ ഇവിടെ ഇടുന്നത്? ഞങ്ങളെയും കൂടെ അങ്ങ് മരിപ്പിച്ചേക്ക് എന്നൊക്കെ ഒരുപക്ഷേ ആളുകൾ പറയാൻ സാധ്യതയുണ്ടല്ലോ. ജാഹിലിയ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലത്ത് അവിടെയുണ്ടായിരുന്ന ആളുകൾ അങ്ങനെ മരണം നടന്നാൽ ബന്ധുക്കൾ അങ്ങനെ ആർത്തട്ടഹസിക്കുകയും ആർത്തടിക്കുകയും മുടിയഴിച്ചിടുകയും അങ്ങനെ പല രൂപത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ്, പല രൂപത്തിലുള്ള അപകടപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറയാറ് പതിവുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആളുകൾ ഇങ്ങനെ ശബ്ദം വെച്ച് കരയുന്നത് കണ്ടപ്പോ ഉടനെ തന്നെ ഫഖാല, അവിടുന്ന് അവരോട് ഉപദേശിക്കുകയാണ്, ലാ തദ്ഉ വലാ അൻഫുസികും ഇല്ലാ ബിഖൈർ. ലാ തദ്ഉ, നിങ്ങൾ പ്രാർത്ഥിച്ചു പോകരുതേ, നിങ്ങൾ പ്രാർത്ഥിക്കരുതേ. അലാ അൻഫുസികും, നിങ്ങൾക്കെതിരെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഞങ്ങൾ നശിച്ചു പോകട്ടെ എന്നോ, ഞങ്ങളുടെ നാശമേ എന്നോ, ഇതെന്തൊരു ഹലാക്കാണെന്നോ, അങ്ങനെയുള്ള ഒരു നന്ദികേടിന്റെയും സ്വന്തത്തിനെതിരെ ആ നിലക്കുള്ള ഒരു സംസാരങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകാൻ പാടില്ല ജനങ്ങളെ. ലാ തദ്ഉ വലാ അൻഫുസികും, നിങ്ങൾ നിങ്ങൾക്കെതിരെ തന്നെ ദുആ ചെയ്യരുത്. ഇല്ലാ ബിഖൈരിൻ, നന്മ കൊണ്ടല്ലാതെ പ്രാർത്ഥിക്കരുത്. അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലതേ ദുആ ചെയ്യാവൂ. കാരണം നബി സല്ലല്ലാഹു പറയുകയാണ്, ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ഫഇന്നൽ മലായികത, തീർച്ചയായും മലക്കുകൾ, യുഅമ്മിനൂന, അവര് ആമീൻ ചൊല്ലുന്നുണ്ട്, അവര് ആമീൻ ചൊല്ലുന്നുണ്ട്, അലാ മാ തഖൂലൂൻ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നല്ലതല്ലാതെ ഇവിടെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു പോകരുത്. നന്മക്ക് വേണ്ടിയല്ലാതെ നിങ്ങളുടെ ശരീരങ്ങൾക്ക് തന്നെയും തിന്മയായി ഭവിക്കുന്ന, എതിരായി വരുന്ന ഒരു കാര്യത്തിനും പ്രാർത്ഥിച്ചു പോകരുത്.
എന്നിട്ട് സുമ്മ ഖാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. നന്മയുടെ വർത്തമാനങ്ങളാണ് പറയേണ്ടത്. ഒരാളുടെ മരണം നടന്ന വേളയിൽ ആ മരണം നടന്നു എന്ന വാർത്ത കേൾക്കുമ്പോഴാണ് വല്ലാത്ത സഹനം വേണ്ടത്. കുറച്ചു കഴിഞ്ഞിട്ടൊക്കെ ക്ഷമയും സഹനവും ഒക്കെ നമ്മുടെ മനസ്സുകളിൽ വന്നു എന്ന് വരാം. പക്ഷേ അപ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാകും. പലപ്പോഴും ആളുകൾ പറയും ഈ മരിച്ചുപോയ വ്യക്തിയുടെ മരണം ഇനി ഞങ്ങൾക്കാരുണ്ട് എന്നാണ് പലപ്പോഴും പലരും പറയാറുള്ളത്. വാസ്തവത്തിൽ അതാണോ അപ്പോൾ ചിന്തിക്കേണ്ടത്? നമുക്കാരാണുള്ളതാണെന്നോ എന്നാണോ ചിന്തിക്കേണ്ടത്? മറിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിക്ക് ഇനി ആരാ ഉള്ളത്? അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം ഖബറിലേക്കല്ലേ പോകുന്നത്? ഇനി ആരാണ് അദ്ദേഹത്തിന് ഖബറിൽ തുണയായിട്ടുള്ളത്? ജീവിച്ചിരിക്കുന്നവരെ നോക്കാനും സംരക്ഷിക്കാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനുമൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാകാം. അതേ അവസരത്തിൽ ആ മരിച്ചു പോകുന്ന വ്യക്തിയുടെ അവസ്ഥ എന്താണ്? അദ്ദേഹത്തെ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി അദ്ദേഹത്തിന് ആരാ ഉള്ളത്? അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നേരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം മലക്കുകൾ ആമീൻ പറയുന്ന നേരമാണത്. എന്നിട്ട് നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ. മഹാനായ സഹാബിയാണ് അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലേക്ക് നേരത്തെ തന്നെ കടന്നു വന്ന വ്യക്തിത്വമാണ് അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹും ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുമൊക്കെ. അതുപോലെ തന്നെ ഏറ്റവും ഹിജറയുടെ വേളയിലൊക്കെ ഏറെ ത്യാഗം സഹിച്ചിട്ടുള്ള നേതാക്കന്മാരാണ്. ആ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന് ഉഹദ് യുദ്ധത്തിൽ വെച്ചൊരു മുറിവ് പറ്റുകയുണ്ടായി. ആ മുറിവിന് കുറെ കാലം അദ്ദേഹം ഇങ്ങനെ ചികിത്സയോടുകൂടെ കിടന്നു. അദ്ദേഹത്തിന്റെ മുറിവ് ഭേദമായി. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ മുറിവ് വീണ്ടും പൊട്ടുകയാണ്. പിന്നെയും അദ്ദേഹത്തിന്റെ മുറിവിന് വ്രണം കൂടിയിട്ട് പഴുപ്പും അതുപോലെ തന്നെ വേദനയും ഒക്കെ വർദ്ധിച്ചിട്ട് മഹാനവറുകൾ പിന്നീട് ആ മുറിവിന്റെ കാരണത്താൽ അവിടുന്ന് മൗത്താകുന്നു, അവിടുന്ന് വഫാത്താകുന്നു. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കിട്ടുന്നത്. അങ്ങനെ നബി തങ്ങൾ ആ സദസ്സിലേക്ക് കയറി ചെന്നപ്പോഴുണ്ടായ സാഹചര്യമാണത്. അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ. വർഫഅ ദറജതഹു, അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തിക്കൊടുക്കണമേ. റഫഅ ഉയർത്തി, ഇർഫഅ നീ ഉയർത്തിക്കൊടുക്കണമേ. ദറജതഹു അദ്ദേഹത്തിന്റെ പദവി ഗ്രേഡ് ഉയർത്തി കൊടുക്കണേ. ഫിൽ മഹ്ദിയീൻ, സന്മാർഗം സിദ്ധിച്ച മഹാന്മാരുടെ കൂട്ടത്തിൽ. മഹ്ദി എന്ന് പറഞ്ഞാൽ സന്മാർഗം സിദ്ധിച്ച ഒരാള്. മഹ്ദിയീന സന്മാർഗം കിട്ടിയവർ. അങ്ങനെ സന്മാർഗത്തിലൂടെ ചരിച്ച മഹാന്മാരുടെ ദറജയിൽ അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തിക്കൊടുക്കണേ. വഖുലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീൻ, അദ്ദേഹത്തിന്റെ ശേഷക്കാരിൽ നിന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു പകരക്കാരനെ നീ കൊടുക്കണേ. വഖുലുഫുഹു, നീ അദ്ദേഹത്തിന് ഒരു ഖലീഫയെ കൊടുക്കണേ, പകരക്കാരനെ കൊടുക്കണേ. കാരണം അദ്ദേഹത്തിന്റെ നഷ്ടം നികത്തപ്പെടണം. ഫി അഖ്ബിഹി, അദ്ദേഹത്തിന്റെ ഉടനെ തന്നെ. ഫിൽ ഗാബിരീന, അവശേഷിക്കുന്നവരിൽ നിന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിന് പകരം ഒരാളെ നീ നിശ്ചയിച്ചു കൊടുക്കണേ അല്ലാഹ്. വഗ്ഫിർ ലനാ വലഹു, ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ പുറത്തു തരണമേ അല്ലാഹ്. യാ റബ്ബൽ ആലമീൻ, സർവലോകരുടെയും പരിപാലകനായ റബ്ബേ, ഞങ്ങൾക്കും അദ്ദേഹത്തിനും പുറത്തു കൊടുക്കണമേ, പുറത്തു തരണമേ. വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, വഫ്സഹ് അല്ലാഹുവേ ലഹു, അദ്ദേഹത്തിന് നീ വിശാലമാക്കി കൊടുക്കണേ. ഫീ ഖബ്രിഹി, അദ്ദേഹത്തിന് ചെന്നു ചേരാനുള്ള ഖബറിടം, അദ്ദേഹത്തെ കൊണ്ടുപോയി വെക്കുന്ന ഖബറിടം അദ്ദേഹത്തിന് വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. വനവ്വിർ ലഹു ഫീഹി, വനവ്വിർ, നവ്വറ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിച്ചു. വനവ്വിർ ലഹു, അദ്ദേഹത്തിന് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കണേ. ഫീഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ.
ഏറ്റവും അർത്ഥവത്തായ പ്രാർത്ഥന മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അങ്ങനെ അടച്ചു പിടിച്ചിട്ട് അവിടെ ചുറ്റും കൂടി നിൽക്കുന്നവരോട് ഉപദേശവും കൊടുക്കുകയാണ്. നന്മക്ക് വേണ്ടിയല്ലാതെ ഇവിടെ വെച്ച് നിങ്ങൾ ദുആ ചെയ്യരുതേ, നല്ലതല്ലാതെ നിങ്ങൾ നന്മക്ക് വേണ്ടിയല്ലാതെ പ്രാർത്ഥിച്ചു പോകരുതേ, കാരണം നിങ്ങളുടെ പ്രാർത്ഥനക്ക് ആമീൻ പറയുന്ന വേദിയാണിത്. എന്നിട്ട് അവിടുന്ന് ഒരു പ്രാർത്ഥനയും നിർവഹിക്കുകയാണ്. നമ്മളും ഈ പ്രാർത്ഥന പഠിച്ചു വെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണല്ലോ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് പേരെടുത്തുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർലി അബീ സലമ, അവിടെ അബൂ സലമത്ത് എന്ന സ്ഥാനത്ത് ആരാണോ മരണപ്പെട്ടതെങ്കിൽ ആ വ്യക്തിയുടെ പേരാണ് നമ്മൾ പറയേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർലി ഫുലാൻ, അഥവാ ആരാണോ വ്യക്തിയെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറയുക. അദ്ദേഹത്തിന്റെ പാപമോചനത്തിന് വേണ്ടി നബിതങ്ങൾ ഇപ്പോൾ തന്നെ മയ്യത്ത് നിസ്കാരത്തിന്റെ മുന്നോടിയായി തന്നെ ഇപ്പൊ തന്നെ ദുആ ചെയ്യുകയാണ്. മാത്രമല്ല വർഫഅ ദറജതഹു, അദ്ദേഹത്തിന്റെ പദവി ഉയർത്തിക്കൊടുക്കണേ. ഫിൽ മഹ്ദിയീൻ, സന്മാർഗം ലഭിച്ചിട്ടുള്ള വലിയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ അദ്ദേഹത്തിന്റെ പദവി ഉയർത്തിക്കൊടുക്കാനും അദ്ദേഹത്തിന്റെ നഷ്ടം മുഖേന ഈ കുടുംബത്തിനും സമുദായത്തിനുമൊക്കെ ഉണ്ടായിട്ടുള്ള നഷ്ടം എത്രയും വേഗം നികത്തിക്കൊടുക്കാനും വേണ്ടിയുള്ള ദുആയാണ്. വഖലുഫുഹു ഫി അഖിബിഹി ഫിൽ ഗാബിരീന, അവശേഷിക്കുന്നവരിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശേഷക്കാരിൽ ഉടനെ ഒരു പ്രതിനിധിയെ, ഒരു പകരം ഒരാളെ, ഒരു ഖലീഫയെ നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും അദ്ദേഹത്തിനും പുറത്തു തരണേ യാ റബ്ബൽ ആലമീൻ, സർവലോക പരിപാലകനായ റബ്ബേ. അതുപോലെ തന്നെ ഖബർ എന്ന് പറഞ്ഞാൽ ആ ഖബർ മനുഷ്യനെ വെച്ചാൽ എടുക്കുന്ന ഖബറാണ്. ഖബർ സത്യവിശ്വാസികൾക്കാണ് അല്ലാഹ് വിശാലമാക്കി കൊടുക്കുന്നത്. ഖബറിൽ വല്ലാത്ത ദുരന്തമാണ്. ഖബർ വല്ലാതെ ഇടുക്കിക്കളയുന്ന വല്ലാത്തൊരു വീടാണത്. ആരാരും തുണയില്ലാതെ കിടക്കുന്ന ആരടി മണ്ണിൽ അവിടെ വിശാലത കിട്ടണമല്ലോ. വഫ്സഹ് ലഹു ഫീ ഖബരിഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ അദ്ദേഹത്തിന് വിശാലത നൽകണേ, വിശാലത നൽകുക, ഇഫ്സഹ്. അതുപോലെ തന്നെ പ്രകാശം ചൊരിയണേ. വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ അദ്ദേഹത്തിന് പ്രകാശം ചൊരിഞ്ഞു കൊടുക്കണേ. ഓ സഹോദരന്മാരെ, ഖബർ എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു ഇരുടാണ്. ആ ഇരുട്ടാർന്ന മണ്ണറക്കൂട്ടിൽ കല്ലുകൾ കൂടി വെക്കുമ്പോൾ പിന്നെ അവിടെ വല്ലാത്തൊരു ഇരുളിന്റെ ലോകമാണ്. ഇരുളുകൊണ്ട് പെയിന്റ് അടിച്ചതുപോലെ, ഇരുട്ട് കൊണ്ട് പെയിന്റ് അടിച്ചതുപോലെ ആ ഇരുട്ടിൽ മനുഷ്യന് അവന്റെ അമലുകളാണ് അവിടെ പ്രകാശം ചെയ്യുന്നത്. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സൽക്കർമ്മങ്ങൾ ഒക്കെ നമുക്ക് നമ്മുടെ ഖബറിൽ കത്താനുള്ള പ്രകാശങ്ങളാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മൾ ഈമാനും സൽക്കർമ്മങ്ങളിലും ആത്മാർത്ഥതയും വർധനവും വരുത്തുന്നുവോ അത്രയും നമ്മുടെ ഖബറുകൾ നമുക്ക് വിശാലമായും അതുപോലെ തന്നെ ഖബറിൽ നമുക്ക് പ്രകാശം റബ്ബ് ചൊരിയുന്നു. അല്ലാഹു നമുക്ക് നമ്മുടെ ഖബറുകളിൽ പ്രകാശം ചൊരിയുമാറാകട്ടെ. ആ നിലക്ക് നമ്മൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തത് കേട്ടില്ലേ? വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് ദുആ ചെയ്യുന്നു. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതായോ, അതല്ലെങ്കിൽ ഒരു അൽ ഫാത്തിഹ വിളിച്ചതായോ, അതല്ലെങ്കിൽ ഒരു യാസീൻ പാരായണം ചെയ്തതായിട്ടോ സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ ചര്യയാണ് വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ചര്യകളിൽ ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയാണ്. അതുകൊണ്ട് ആ മാർഗമാണ് നമ്മൾ പിന്തുടരേണ്ടത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ആ ബന്ധപ്പെട്ട ആളുകൾ ആ മുസീബത്ത്, ഒരാപത്ത് ബാധിക്കുന്ന വേളയിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ്നി ഖൈറൻ മിൻഹാ, അല്ലാഹുവേ എനിക്ക് ബാധിച്ചിട്ടുള്ള ഈ മുസീബത്തിൽ നീ എനിക്ക് വലിയ പ്രതിഫലം തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്.
ക്ഷമകേടിന്റെ വാക്കുകളല്ല പറയേണ്ടത്, നന്ദികേടിന്റെയോ അതൃപ്തിയുടെയോ വാക്കുകൾ പറഞ്ഞു പോകരുത്. അല്ലാഹുവേ, ഈ മുസീബത്ത്, ഈ ആപത്ത് എനിക്ക് ബാധിച്ചതിൽ ഞാൻ സഹിക്കുകയാണ്, ഞാൻ ക്ഷമിക്കുകയാണ്. അത് മുഖേന നീ എനിക്ക് വലിയ പ്രതിഫലം തരണം. എനിക്കിതിലൂടെ നഷ്ടപ്പെട്ട ഈ മുസീബത്തിലൂടെ, അത് സാമ്പത്തിക നഷ്ടമാവട്ടെ, ശാരീരിക നഷ്ടമാവട്ടെ, മറ്റേത് നഷ്ടമാകട്ടെ, എന്താണോ നഷ്ടപ്പെട്ടതെങ്കിൽ ആ നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് പകരം തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നത്. നോക്കണം നിങ്ങൾ, മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ ഉമ്മു സലമ ബീവി ഹദീസ് നേരത്തെ പഠിച്ചു വെച്ച ബീവിയാണ്. അവർ അബൂ സലമയുടെ മരണം നടന്നപ്പോൾ അവർ ഇപ്രകാരം പറയുകയാണ്, നബി തങ്ങൾ പഠിപ്പിച്ചതുപോലെ, റഹ്മാനായ റബ്ബേ, എനിക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്തിൽ നീ എനിക്ക് വലിയ പ്രതിഫലം തരണമെന്നും എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് പകരം തന്നുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥന ദൃഢമായ ഈമാനോടുകൂടി ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹ ദുആ ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അപ്പോഴും അവരുടെ മനസ്സിലൊരു തോന്നൽ വന്നിരുന്നു, എനിക്ക് ആരെയാണ്, എന്റെ ഭർത്താവ് മരിച്ചു പോയില്ലേ, അബൂ സലമയേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭർത്താവിന് എനിക്ക് ആരെയാണ് ലഭിക്കുക? അദ്ദേഹം വലിയ രൂപത്തിൽ നല്ല തഖ്വയുള്ള, നല്ല സ്വഭാവനിഷ്ഠയുള്ള ഭർത്താവായിരുന്നു, വലിയ ധീരനായിരുന്നു, ഉത്തമനായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയേക്കാൾ എനിക്കിനി ആരെ കിട്ടാനാ എന്നൊക്കെ ഞാൻ ശങ്ക ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എന്നാലും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് പിന്നെ എനിക്ക് ഭർത്താവായി കിട്ടിയതെന്ന് മഹദിയായ നമ്മുടെ ഉമ്മ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്. അത് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അത് അടുത്ത ഹദീസിൽ അത് വരുന്നുമുണ്ട്. അപ്പൊ സഹോദരന്മാരെ, മരണം നടന്ന വേളയിൽ പാലിക്കേണ്ട മര്യാദകളിൽപ്പെട്ട ഒരു മര്യാദയാണ് കണ്ണടച്ചു വെക്കലും അതുപോലെ തന്നെ പ്രാർത്ഥനയും. അവിടെ വെച്ച് ഇനി നല്ലതല്ലാത്ത യാതൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും, കാരണം മലക്കുകൾ ആമീൻ പറയുന്ന വേദിയാണത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അടുത്ത ഹദീസിൽ നമുക്ക് കാര്യം കൂടുതൽ വ്യക്തമായ നിലയ്ക്ക് നബിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബാബുമാ യുഖാലു ഇൻദൽ മയ്യിത്തി വമാ യഖൂലുഹു മൻ മാത ലഹു മയ്യിത്തുൻ. അടുത്ത ബാബ് അതാണ്. ബാബു മാ യുഖാലു ഇൻദൽ മയ്യിത്തി, മയ്യത്തിന്റെ അടുക്കൽ പറയപ്പെടേണ്ടതെന്ത്, മയ്യത്തിന് സമീപത്ത് പറയപ്പെടേണ്ടതെന്ത്. വമാ യഖൂലുഹു മൻ മാത ലഹു മയ്യിത്തുൻ, ആർക്കെങ്കിലും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും ഒരാൾ മരിച്ചു മയ്യത്തായി കഴിഞ്ഞാൽ ആ വ്യക്തി എന്താണ് പറയേണ്ടത്? ഈ രൂപത്തിലൊക്കെയുള്ള കാര്യങ്ങൾക്ക് തെളിവെന്നോണമാണ് ഇനിയുള്ള ഹദീസുകൾ ഇവിടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നത്. നാം ശ്രദ്ധിക്കുക. ഇനി വായിക്കാനുള്ള ഹദീസും നമ്മുടെ ഉമ്മ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതേ സംഭവമാണ്, അതിന്റെ വേറെ ചില ഭാഗങ്ങളാണ്. عن أم سلمة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم إذا حضرتم المريض أو الميت فقولوا خيرا فإن الملائكة يؤمنون على ما تقولون. ഉമ്മ സലമത്ത് റളിയല്ലാഹു തആല അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഇദാ ഹദർതും, നിങ്ങൾ ഹാജരായാൽ ഹദറ, ഹാജറായി, നിങ്ങൾ ഹാജരായാൽ അൽ മരീദ, ഒരു രോഗിയുടെ സമീപത്ത് ഹാജരായാൽ, അവിൽ മയ്യിത്ത, അല്ലെങ്കിൽ ഒരു മയ്യത്തിന്റെ സമീപത്ത് ഹാജരായാൽ, രണ്ടും ആവാം, രോഗിയാവട്ടെ മയ്യിത്താവട്ടെ, രണ്ടാളുടെ സമീപത്തും ഹാജരായാൽ, രോഗിയുടെയോ മയ്യത്തിന്റെയോ സമീപത്ത് ഹാജരായാൽ, ഫഖൂലു ഖൈറാ, നിങ്ങൾ നല്ലത് പറയണേ, നിങ്ങൾ നല്ലത് ചോദിക്കണേ. കാരണം എന്താണ്? ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂന, തീർച്ചയായും മലക്കുകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനക്ക് ആമീൻ പറയുന്ന സദസ്സാണത്.
അതുകൊണ്ട് ഒരു രോഗിയുടെ സമീപത്ത് പോകുമ്പോഴും ഒരു മയ്യത്തിന്റെ സമീപത്ത് പോകുമ്പോഴുമൊക്കെ നല്ലതിന് വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങളവിടെ എതിരായി വല്ലതും ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന സദസ്സാണത്. മലക്കുകൾ പോലും ആമീൻ പറയുന്ന വേദിയാണത്. അതുകൊണ്ട് നന്മയ്ക്ക് വേണ്ടി അല്ലാതെ പ്രാർത്ഥിച്ചു പോകരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഹദീസിലും നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി അല്ലാതെ പ്രാർത്ഥിക്കരുതെന്ന്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ രോഗിയുടെ സമീപത്താവട്ടെ മയ്യത്തിന്റെ സമീപത്താവട്ടെ നല്ലത് പറയണം എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇവിടെ നല്ലത് പറയുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അവിടെ ഖുർആൻ ഓതാൻ പറഞ്ഞതല്ല, മറിച്ച് മലക്കുകൾ നിങ്ങൾ പറയുന്നതിന് ആമീൻ പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ജനാസയുടെ സമീപത്തും രോഗിയുടെ സമീപത്തുമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. എന്നാൽ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില ആളുകളെങ്കിലും പറയാറുണ്ട്, കണ്ടോ, രോഗിയുടെ സമീപത്തും മയ്യത്തിന്റെ സമീപത്തുമൊക്കെ ഹാജരായാൽ നല്ലത് പറയണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ആ നല്ലത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് മയ്യത്തിന്റെ സമീപത്തെത്തുമ്പോ മയ്യത്തിന്റെ സമീപത്ത് ഖുർആൻ ഓതണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ഇത് ഇന്നും ഇന്നലെ പറയാൻ തുടങ്ങിയ വാദങ്ങളല്ല, ഇത് മുമ്പേ പറയാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കാണ്, എനിക്കിപ്പോഴും ആ കാര്യം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്നതിൽ ഇപ്പോഴും എനിക്കതൊരു പുതുമയില്ല. കാരണം എന്താ, ഇപ്പോഴും ഈ ഉള്ളവന്റെ പേരിൽ ചില ആളുകൾ ഈ ഒരു ഹദീസ് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനിവിടെ ഷാർജയിൽ എത്തിയ കാലത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹദീസ് ഞാൻ വിശദീകരിച്ചതാണ്. മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ടും പരലോക വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള ഒരു സംസാരത്തിൽ ഇവിടെ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു ഈ ഹദീസ്. ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ ഫഖൂലു ഖൈറ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇവിടെ മയ്യത്തിന്റെ അരികിൽ പോയിട്ട് ഖുർആൻ ഓതാൻ അല്ല പറയുന്നത്. അവിടെ ഖൈർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. അള്ളാന്റെ റസൂല് അബൂ സലമയുടെ അടുക്കൽ പറഞ്ഞ ഖൈർ എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അവിടെ വെച്ച് നബി ഖുർആൻ ഓതിയതായിട്ട് നമുക്ക് രേഖയിലില്ല. മാത്രമല്ല ഹദീസിന്റെ ബാക്കി ഭാഗവും അതിനെയാണ് പിന്തുണക്കുന്നത്. എന്താ ഹദീസിന്റെ ബാക്കി ഭാഗം? നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്, അപ്പൊ ദുആയാണ് ആ പറയുന്നത് എന്നൊക്കെ അന്നത്തെ പ്രസംഗത്തിലും ഈ ഉള്ളവൻ പറഞ്ഞിരുന്നു. എന്നാൽ എന്റെ 1 മണിക്കൂറുള്ള പ്രഭാഷണത്തിന്റെ 3-4 സ്ഥലങ്ങളിൽ കത്രിക വെച്ച് കട്ട് ചെയ്ത് ക്ലിപ്പ് മുറിച്ചുണ്ടാക്കിയിട്ട് ഒപ്പിച്ചുണ്ടാക്കി. എന്താ ഒപ്പിച്ചുണ്ടാക്കിയ ക്ലിപ്പ് എന്നറിയോ? ഇതാ ഹുസൈൻ സലഫി പറഞ്ഞിരിക്കുന്നു, മരണം നടന്നാൽ ജനാസക്കരികിൽ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ ഓതണം. കാരണം ഏറ്റവും മുന്തിയ വാക്ക് ഖുർആനല്ലേ, ആ ഖുർആനാണ് അവിടെ വെച്ച് ഓതേണ്ടത് എന്നിതാ നിങ്ങളുടെ മൗലവി ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നാടൊട്ടാകെ വർഷങ്ങൾക്ക് മുമ്പ് ചില കുബുദ്ധികൾ എന്താണോ ഞാൻ എന്റെ പ്രസംഗത്തിൽ സംസാരിച്ചതെങ്കിൽ അതിന് നേരെ ഘടകവിരുദ്ധമായി ക്ലിപ്പുകൾ മുറിച്ച് ഒപ്പിച്ച് ചേർത്തുണ്ടാക്കിയിട്ട് 3-4 സ്ഥലത്ത് കട്ട് ചെയ്ത് ഒപ്പിച്ച് ചേർത്തുണ്ടാക്കിയിട്ട് എന്റെ മേൽ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടോ എന്ത് ഹുസൈൻ സലഫീദ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു, മയ്യത്തിന് സമീപത്ത് വെച്ച് ഖുർആൻ ഓതണം എന്ന് ഹദീസോതി സമർത്ഥിച്ചിരിക്കുന്നു എന്ന്. എന്തിനാണ് സഹോദരങ്ങളെ ഉള്ളത് പറഞ്ഞാൽ പോരെ ഒരാളെ സംബന്ധിച്ച്? ഞാനിപ്പോൾ ഇവിടെ ഹയാത്തിലുണ്ട്, ജീവിച്ചിരിക്കുന്ന എന്നെ കുറിച്ചാ അപ്പൊ ഈ ഇത്തരത്തിൽ കളവുകൾ പറയുന്നത്. ഞാൻ മരിച്ചുപോയാൽ പറയേണ്ടി വരുമോ? ഇനി എന്തെല്ലാം ഉണ്ടാക്കും? ഇങ്ങനെയാണ് പല ക്ലിപ്പുകളും കട്ട് ചെയ്തുകൊണ്ട് ഒരുമിച്ച് കൂട്ടി ഒരാൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളിലേക്ക് അയാളുടെ സംസാരത്തെ കൊണ്ടുപോകുന്ന ഒരുപാട് കുബുദ്ധികൾ. എന്നിട്ട് എന്താ അതുകൊണ്ടൊക്കെ നേടാനുള്ളത്? അവരെന്താണോ അതുകൊണ്ട് നേടാൻ ശ്രമിച്ചത് അതിനേക്കാൾ അതിന്റെ എതിരായ വശമല്ലേ ആയിരക്കണക്കിന് ആളുകൾ കേട്ടത്? കാരണം ആ കെട്ടിക്കൂട്ടിയ കൃത്രിമ ക്ലിപ്പ് സമൂഹത്തിൽ പ്രചാരത്തിൽ എത്തിയപ്പോ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി സമൂഹത്തോട് ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം വെച്ചുകൊണ്ടും എവിടെയൊക്കെയാണ് കട്ടുമുറിച്ച് ഇപ്പോൾ തുന്നിച്ചേർത്തിട്ടുള്ളത് എന്നും വളരെ വ്യക്തമായി സമൂഹത്തിലേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് കട്ടുമുറിച്ചതാണ്. അപ്പൊ അത് പ്രചരിപ്പിച്ച ആളുകൾ എന്തൊരു ദുരുദ്ദേശമാണോ അവർക്കുണ്ടായത്? അത് നേടിയോ? ഇതൊന്നും കേൾക്കാത്ത ഏതെങ്കിലും ചില സാധുക്കളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയേക്കും. പക്ഷെ എല്ലാവരെയും എക്കാലത്തും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ?
അതിനൊക്കെ അല്പായുസല്ലേയുള്ളൂ. ഇതാണ് ഇവരുടെയൊക്കെ അവസ്ഥ. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല സുഹൃത്തുക്കളെ, ധാരാളം പ്രസംഗങ്ങളിൽ നിന്ന് ഇവർ ഈ ഉള്ളവന്റെയും അതുപോലെ തന്നെ മറ്റു പ്രഭാഷകരുടെയും ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയത്തിന് വിരുദ്ധമായി പറയാറുണ്ട്. പലപ്പോഴും പലതും എടുത്തുദ്ധരിക്കാറുണ്ട്. ഇവർ തന്നെ ചിലപ്പോൾ ചിലത് ആദ്യമായിട്ട് കേൾക്കാവും. കാരണം ഇവർ വിചാരിച്ചു വെച്ചാൽ എന്താണ്, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ പാടില്ല എന്നാണ് മുജാഹിദുകൾ പറയുന്നത് എന്നാണ് എതിരാളികൾ പ്രചരിപ്പിച്ചത്. അപ്പൊ നമ്മുടെ പ്രസംഗത്തിൽ മരിച്ചുപോയ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ അവരുടെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടോ അല്ലാതെയോ ഒക്കെ പ്രാർത്ഥിക്കാം. അതിന്റെ പ്രാധാന്യമൊക്കെ നമ്മൾ വിശദീകരിക്കുന്ന ഭാഗം ഇങ്ങോട്ട് ക്ലിപ്പാക്കിയിട്ട് പറയും, കണ്ടോ ഹുസൈൻ സലഫി ഇപ്പോ മാറിയിട്ടുണ്ട് ആകെ. പണ്ട് വരൊക്കെ മരിച്ചോൽക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശിർക്കാനാ പറഞ്ഞിരുന്നത്, ഖബർ സിയാറത്ത് ശിർക്കാനാ പറഞ്ഞിരുന്നത്, കണ്ടില്ലേ ഇപ്പോൾ ആകെ മാറ്റം വന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കൃത്രിമമായ രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് പലരും നടത്താറുള്ളത്. എത്ര വളരെ തരം താഴ്ന്ന രീതിയാണ് അതൊക്കെ. സഹതാപമല്ലാതെ എന്താണ് അത്തരം ആളുകളോട് പറയാനുള്ളത്? അപ്പൊ അതിനൊക്കെ അല്പായുസേയുള്ളൂ. ശരി സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയുടെ സമീപത്ത് ചെന്നാലും അതുപോലെ തന്നെ മയ്യത്തിന് സമീപത്തൊക്കെ ആണെങ്കിലും അവർക്ക് നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. അതാണ് നമ്മോട് ആവശ്യപ്പെട്ടത്. അല്ല അവിടെ ഖുർആൻ ഓതാനല്ല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഇത് പറയുന്നത്. പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അവിടെ ഖൈറ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് കഴിഞ്ഞ നമ്മൾ വായിച്ച ഹദീസിൽ നിന്ന് വളരെ വ്യക്തവുമായി അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമീപത്ത് വെച്ച് അദ്ദേഹം ഖുർആൻ ഓതുകയല്ലല്ലോ ചെയ്തത്. എന്താണ് ചെയ്തത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫഹു ഫി അഖ്ബിഹി ഫിൽ ഗാബിരീൻ واغفر لنا وله يا رب العالمين وافسح له في قبره ونوّر له فيه. കണ്ടോ, ദുആ ചെയ്യല്ലേ ചെയ്തത്. മലക്കുകൾ ആമീൻ പറയുന്ന സദസ്സാണത്. അപ്പൊ നമ്മള് ജനാസയുടെ സമീപത്ത് വെറുതെ അങ്ങനെ പോയി കാണുകയല്ല. ജനാസയുടെ സമീപത്ത് നമ്മൾ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ജനാസക്കരികിൽ നിൽക്കുന്ന വേളയിൽ നമ്മൾ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. കാരണം മലക്കുകൾ ആമീൻ പറയുന്ന വേദിയും സദസ്സുമാണത്. ശരി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ നന്മക്ക് വേണ്ടി ചോദിക്കണേ, നിങ്ങൾ നന്മ പറയണേ. ഫഇന്നൽ മലായികത, കാരണം മലക്കുകൾ യുഅമ്മിനൂന, അവർ ആമീൻ പറയുന്നുണ്ട്, അലാ മാ തഖൂലൂന, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് നമ്മുടെ ഉമ്മ പറയാണ് കാലത്ത്. എന്നിട്ട് ആ ഉമ്മ തുടരാണ്. അവര് പറഞ്ഞു, ഫലമ്മാ മാത അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടപ്പോൾ അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് അങ്ങ് ചെന്നിട്ട്, അതേ അള്ളാന്റെ റസൂൽ അപ്പോൾ അവിടേക്ക് കടന്നു വന്ന നേരമാണ്. നബി തങ്ങൾ കടന്നു വന്ന നേരത്ത് ഉമ്മു സലമ ബീവി ഉടനെ തന്നെ പോയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അബൂ സലമത്ത് ഖദ് മാത, മരണപ്പെട്ടിരിക്കുന്നു. ഖാലാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മഹദിയോട്, ഖൂലി, നീ പ്രകാരം പ്രാർത്ഥിച്ചോ, അല്ലാഹുമ്മ ഗ്ഫിർ ലീ വലഹു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ, വലഹു അദ്ദേഹത്തിനും പുറത്തു കൊടുക്കണേ, വഅഖിബ്നീ മിൻഹു ഉഖ്ബാ ഹസനതൻ, വഅഖിബ്നീ മിൻഹു അദ്ദേഹത്തിന്റെ ഉടനെ എനിക്ക് നീ നൽകണേ, ഉഖ്ബാ ഹസനതൻ നല്ല പര്യവസാനം നൽകണേ, അദ്ദേഹത്തിന്റെ ശേഷം നീ എനിക്ക് നല്ലതായ പര്യവസാനം നൽകണേ. അഖബ അഖിബ്നീ മിൻഹു, അദ്ദേഹത്തിന്റെ ശേഷം നീ എനിക്ക് ഉഖ്ബാ ഹസനതൻ ഏറ്റവും നല്ല പര്യവസാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ എന്നോട് നബി തങ്ങൾ ആവശ്യപ്പെട്ടു. ഫഖുൽതു, അപ്പോൾ ഞാൻ അപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അപ്രകാരം പറഞ്ഞു, ഫഅഖബനി അല്ലാഹ് മൻ ഖൈറുൻ ലീ മിൻഹു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പകരം തരുകയും ചെയ്തു. എനിക്ക് അല്ലാഹു പകരം തന്നു. മൻ ഖൈറുൻ ലീ മിൻഹു, അദ്ദേഹത്തെക്കാൾ ഉത്തമനായ ഒരാളെ എനിക്ക് ഭർത്താവായി അല്ലാഹു പകരം തന്നു. അതാരെന്നല്ലേ? മുഹമ്മദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എനിക്ക് അല്ലാഹു തആല പകരം തന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മഹദിയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹാ, അവര് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ, അവരുടെ ഇദ്ദ കഴിഞ്ഞപ്പോൾ അതാ
അവര് മരിച്ചതിന്റെ ശേഷമുള്ള 4 മാസവും 10 ദിവസത്തെയും ആ മരണാനുബന്ധ ഇദ്ദ കഴിഞ്ഞപ്പോൾ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹയെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് എത്തുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദൂതനാണ്. അങ്ങനെ അക്കല്യാണം നടക്കുകയാണ്. ഉമ്മു സലമത്ത് ബീബി റളിയല്ലാഹു അൻഹാ ദൃഢവിശ്വാസത്തോടെ ഈ ദുആയങ്ങ് പറഞ്ഞതിന്റെ ഫലം അല്ലാഹു അവർക്ക് ഉടനെ പ്രദാനം ചെയ്തു. അതാണ് അവർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ചരിത്രം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഹക്കദാ, ഇപ്രകാരം ഇദാ ഹദർതുമുൽ മരീദ വിൽ മയ്യിത അല ശക്കി, അഥവാ ഇദാ ഹദർതുമുൽ മരീദ എന്നാണോ അവിൽ മയ്യിത എന്നാണോ എന്നിങ്ങനെ ഒരു സംശയത്തിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഹദീസിന്റെ കാര്യത്തെ സംബന്ധിച്ച് പറയാണ്. ഏതായിരുന്നാലും വിഷയം വളരെ വ്യക്തമാണ്. രോഗിയാവട്ടെ മയ്യത്താവട്ടെ ഈ രൂപത്തിലുള്ള മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ ഹദീസ് നമുക്ക് നൽകിയിട്ടുള്ള ഗുണപാഠം. അപ്പോ മരണം നടന്നപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്ന് ഈ അധ്യായത്തിന്റെ തലക്കെട്ടിനനുസരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി ഈ ഹദീസിലൂടെ നമുക്ക് സന്ദേശം പകർന്നു തന്നിരിക്കുകയാണ്. ഇനി അടുത്ത ഹദീസ്. വഅൻഹാ ഖാലത്ത് സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബത്തുൻ ഫയഖൂലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ ഇല്ലാ അജറഹു അല്ലാഹു തആല ഫീ മുസീബതിഹി വഖലഫ ലഹു ഖൈറൻ മിൻഹാ. قالت فلما توفي أبو سلمة قلت كما أمرني رسول الله صلى الله عليه وسلم فأخلف الله لي خيرا منه رسول الله صلى الله عليه وسلم. റവാഹു മുസ്ലിം. നമ്മൾ പറഞ്ഞ ഈ സംഭവം തന്നെയാണ് ഈ ഹദീസിൽ. അതേ ആ ഒരു സംഭവം മാത്രമായിട്ട് പറയാണ്. അതുകൊണ്ട് നമുക്ക് കേട്ട സംഭവം തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് പറയാം. എന്താണ്? മുസലമ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയാണ്, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, ഇപ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിരുന്നു. എന്താണ് ഞാൻ കേട്ടത്? എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? മാ മിൻ അബ്ദിൻ, ഏതൊരു അടിമയാവട്ടെ, ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഏതൊരു അടിമയാവട്ടെ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, തുസീബുഹു, ആ അടിമക്ക് ബാധിക്കുന്നു മുസീബത്തുൻ, ഒരു മുസീബത്ത്. അപ്പൊ ഏതൊരു അടിമയാവട്ടെ ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഫയഖൂലു, ഉടനെ തന്നെ ആ വ്യക്തി ഇപ്രകാരം പറയുകയും ചെയ്താൽ, എന്താ പറയേണ്ടത്? മുസീബത്ത് ബാധിച്ചാൽ എന്താ പറയേണ്ടത്? അത് മരണം മാത്രല്ല, സാമ്പത്തിക നഷ്ടമോ മറ്റേത് നിലക്കുള്ള നഷ്ടമോ ആകട്ടെ, ഒരു മുസീബത്ത് ബാധിച്ചാൽ എന്താ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, ഞങ്ങളൊക്കെ അവങ്കലേക്ക് മടങ്ങേണ്ടവരുമാണ്. വളരെ അർത്ഥവത്തായ വാചകമാണ് പ്രിയമുള്ളവരെ. അത് യാന്ത്രികമായിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അധരവ്യായാമം നടത്തേണ്ടവരല്ല നമ്മൾ. ആശയം അറിഞ്ഞു പറയണം, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മിൽ എന്ത് തീരുമാനമെടുക്കാനും അള്ളാഹുവിന് സ്വാതന്ത്ര്യമുണ്ട്, അള്ളാഹുവിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. നമ്മൾ അവൻ്റേതാണ്, നമ്മുടെ ഉടമ അവനാണ്. നമ്മിൽ എന്ത് തീരുമാനമെടുക്കാനും അവന് അവകാശമുണ്ട്. നമ്മളെല്ലാം അവൻ്റെതാണ്. ഇനി അവങ്കലേക്ക് മടങ്ങേണ്ടവരുമാണ്. അതുകൊണ്ട് അവന്റെ തീരുമാനത്തിൽ ഞങ്ങൾ തൃപ്തിപ്പെടുന്നു എന്നർത്ഥം. മാത്രമല്ല, അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി, അല്ലാഹുവേ എനിക്ക് ബാധിച്ചിട്ടുള്ള ആപത്തിൽ നീ എനിക്ക് പ്രതിഫലം തരണേ. നേരത്തെയും നമ്മൾ പറഞ്ഞു, അല്ലാഹുമ്മ ഉജ്റുനി ആജറ യുജ്റു, അല്ലാഹുവേ നീ എനിക്ക് അല്ലാഹുമ്മ ഉജ്റുനി, നീ എനിക്ക് പ്രതിഫലം തരണേ. ഫീ മുസീബത്തി, എന്റെ മുസീബത്തിൽ, എനിക്ക് ബാധിച്ച മുസീബത്തിൽ. വഖ്ലുഫ് ലീ, എനിക്ക് പകരം തരണേ. ഖൈറൻ മിൻഹാ, നഷ്ടപ്പെട്ടത് എന്താണോ അതിനേക്കാൾ ഉത്തമമായത് പകരം തരണം എന്നൊരാൾ പറയുകയും ചെയ്താൽ, ഇല്ലാ അജറഹുല്ലാഹു തആല, ചില റിപ്പോർട്ടിൽ അജറഹു എന്നും കാണാം. ഇല്ലാ അജറഹുല്ലാഹു തആല, അല്ലാഹു ആ മനുഷ്യന് പ്രതിഫലം കൊടുക്കാതിരിക്കില്ല. ഫീ മുസീബത്തിഹി, അവനെ ബാധിച്ചിട്ടുള്ള മുസീബത്തിൽ. വഖലഫ ലഹു, അവന് പകരം കൊടുക്കാതിരിക്കുകയുമില്ല. ഖൈറൻ മിൻഹാ, നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് റബ്ബ് പകരവും കൊടുക്കും. കാലത്ത് ഇത് മഹദി നമുക്ക് പറഞ്ഞു തരുന്നിട്ട് പറയാണ്, ഈ ഉമ്മു സലമ ബീവി പറയാണ് ഇത് പറഞ്ഞിട്ട്, ഫലമ്മാ തൂഫിയ അബൂ സലമ, എന്റെ ഭർത്താവായ അബൂ സലമത്ത് വഫാത്തായപ്പോൾ, മരണപ്പെട്ടപ്പോൾ,
ഖുൽതു ഞാൻ പറഞ്ഞു കമാ അമറനീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചത് പ്രകാരം ഇപ്രകാരം ഞാനങ്ങ് ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹു പകരം നൽകി ലീ എനിക്ക് ഖൈറം മിൻഹു അബൂ സലമയേക്കാൾ ഉത്തമനായ ഒരാളെ റബ്ബെനിക്ക് പകരം തന്നു. ആരാണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനെ തന്നെ അല്ലാഹ് എനിക്ക് പകരം തന്നു എന്ന് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളുടെ ഭാര്യാപദവി കിട്ടുവാൻ കാരണമായ നിഅമത്തിനെ സംബന്ധിച്ച് പിൽക്കാലത്ത് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടല്ലേ ഉമ്മു സലമത്ത് ബീവി നമ്മുടെ ഉമ്മയായത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോ ഇനിയും ഈ വിഷയത്തിൽ ഹദീസുകൾ വേറെയുമുണ്ട്. ഈ അധ്യായവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ഇതിലെ ഹദീസുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, ജനാസക്കരികിലും മരണപ്പെട്ടു കഴിഞ്ഞാലും മരണപ്പെട്ടയാളുടെ അരികിലുമൊക്കെ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകളാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചെടുക്കേണ്ടത്. മാത്രമല്ല നമ്മുടെ ഈമാൻ നല്ല സുദൃഢമായ നിലക്കാണ് നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഏതൊരു പ്രാർത്ഥനയാണെങ്കിലും ഇവിടെ കണ്ടില്ലേ, ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹ ദുആ ചെയ്തപ്പോ കേവലം എങ്ങോട്ടെങ്കിലും ചിന്തിച്ചുകൊണ്ടോ മനസ്സ് പങ്കെടുക്കാത്ത നിലക്കോ ഉള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥനയല്ല ഉരുവിടുന്നത്. ആത്മാർത്ഥമായിട്ട് അവര് ചോദിച്ചു. ആ ആത്മാർത്ഥതയാണ് റബ്ബ് കണ്ടറിയുന്നത്. നമ്മൾ ദുആ ചെയ്യുമ്പോ നബി തങ്ങൾ പറഞ്ഞില്ലേ, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന്, ഉത്തരം തരുമെന്ന് റബ്ബിനെ കുറിച്ച് നല്ല പ്രതീക്ഷയോടെ ഉറച്ച മനസ്സോടെ ദൃഢമനസ്കമായിക്കൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു മര്യാദ കൂടി നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ദുആ ആത്മാർത്ഥമായിരിക്കണം. റഹ്മാനായ റബ്ബിനോട് മരണാനന്തരമുള്ള ജീവിതം ഖൈറായി തീരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലുള്ള ഒരു നല്ല മരണം നമുക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും മരണനേരത്ത് റബ്ബ് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈമാനോടുകൂടി നല്ല കാഴ്ചകൾ കണ്ട് നല്ല വാർത്തകൾ കേട്ട് മരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു സമ്പൂർണമായും ശിഫ നൽകുമാറാകട്ടെ. ഈ നാടിനെയും രാജ്യത്തെ മുഴുവനും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, പടർന്നുകൊണ്ടിരിക്കുന്ന മഹാവ്യാധിയിൽ നിന്ന് റബ്ബ് എത്രയും വേഗം സലാമത്താക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്കും അല്ലാഹു പുറത്തു തരികയും അവന്റെ സ്വർഗീയാരാമത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബനഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.